നമസ്തേ. മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ഒരു വലിയ ഘടകമെന്ന് പറയുന്നത് അവനിൽ തന്നെയുള്ള വിശ്വാസമാണ്. അവനവനിൽ തന്നെയുള്ള വിശ്വാസം പോലെ മറ്റൊന്നും ജീവിതയാത്രയിൽ മനുഷ്യനെ സഹായിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾക്ക് ഈ വിശ്വാസം ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അതെ, അവരിൽ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകാം, ബന്ധുമിത്രാദികൾ ഉണ്ടാകാം, സഹോദരങ്ങൾ ഉണ്ടാകാം, എന്തിന് നാം ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി അവർ പോലും ഉണ്ടാകാം. ഇനി എങ്ങനെയാണ് ആത്മവിശ്വാസമില്ലാത്ത, അവനവനിൽ വിശ്വാസമില്ലാത്ത വ്യക്തികളുമായുള്ള സമ്പർക്കം നിങ്ങളെ നശിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്ന് കരുതുക. എന്തു പ്രതിസന്ധി വന്നാലും, ജീവിതത്തിൽ ഏത് മോശം അവസ്ഥ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാൻ തനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് വിചാരിക്കുക. ഇനി നിങ്ങളുടെ സമ്പർക്കത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്, നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധു, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി, ഈ വ്യക്തികൾ അവനവനിൽ വിശ്വാസമില്ലാത്തവരാണെന്നും കരുതുക. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കും. ഞാൻ ഇത്തരമൊരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സിൽ ഇത്രയും വലിയ ഒരു ആശയമുണ്ട്, ഇത് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ വഴിയെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ അവനവനിൽ വിശ്വാസമില്ലാത്ത വ്യക്തികൾ നിങ്ങളോട് എന്തു പറയും? അവർ പറയും, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അത്രയ്ക്കുള്ള കഴിവൊന്നും നിനക്കില്ല, അല്ലെങ്കിൽ ഇതൊന്നും നമുക്കൊന്നും പറ്റുന്നതല്ല. ഇവിടെ അവർക്ക് നിങ്ങളിൽ വിശ്വാസമില്ലാത്തതാണോ യഥാർത്ഥ കാരണം എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അല്ല എന്നാണ് അതിന്റെ ഉത്തരം. ഇങ്ങനെ നമുക്കിതിന് കഴിയില്ലെന്ന് പറയുന്ന മിക്ക ആളുകളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അവർക്ക് അവരിൽ വിശ്വാസമില്ലാത്തതാണ് അവരങ്ങനെ പറയാനുള്ള പ്രഥമ കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ ജീവിതങ്ങൾ കൂടി നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇത്തരത്തിൽ എന്ത് ആശയം പുതുതായി നിങ്ങൾ പറയുമ്പോഴും അതിനെ നെഗറ്റീവായി മാത്രം സമീപിക്കുന്ന ഈ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു നന്മ വരുത്താൻ സാധിച്ചിട്ടുമുണ്ടാവില്ല. എന്നാൽ അവരാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ വെച്ച് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നവരുമായിരിക്കും. അതെ, അവർ എപ്പോഴും ഒരു നെഗറ്റീവ് വലയത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും നിങ്ങളുടെ വിജയ വഴിയിൽ നിങ്ങളെ പിന്തുണച്ച് നിൽക്കാനായി സാധിക്കുകയില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉടലെടുക്കുന്നത്. നിങ്ങൾ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും കർമ്മനിപുണതയുമുള്ള ഒരു വ്യക്തിയാണെന്നിരിക്കെ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പുറകോട്ട് വലിക്കും. ചില സമയങ്ങളിൽ അത് നിങ്ങളുടെ നാശത്തിന് തന്നെ കാരണമാകും. ഇവിടെയാണ് നിങ്ങൾ കരുതിയിരിക്കേണ്ടത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങൾ എന്നും ഇടപെടുന്ന ആളുകൾ, അവർ ഇത്തരക്കാരാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. അവർ അവനവനിൽ തന്നെ വിശ്വാസമില്ലാത്ത ആളുകളാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ നാശത്തിലേക്കാണ് നയിക്കുക. പതിയെ പതിയെ അവർ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം പതിയെ പതിയെ ഇല്ലാതാവുന്നത് നിങ്ങൾ മനസ്സിലാക്കും. അവരുടെ നെഗറ്റീവ് വാക്കുകളിൽ, അവരുടെ ക്രിറ്റിസിസങ്ങളിൽ കുടുങ്ങി നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്ത്, നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്ത് ഒന്നുമല്ലാതായിത്തീരും. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക. കഴിവുകൾ ഉണ്ടായിട്ടും ആത്മവിശ്വാസം ഉണ്ടായിട്ടും വിജയിക്കാൻ കഴിയാതെ പോയ ഒരുപാട് ആളുകളെ നിങ്ങൾ അവിടെ കണ്ടെത്തും. അത് പലപ്പോഴും അവരുടെ മാത്രം കുറ്റം കൊണ്ടായിരിക്കില്ല, അവരുടെ സാഹചര്യങ്ങളും അവരുടെ ചുറ്റുമുണ്ടായിരുന്ന വ്യക്തികളും കൂടി ചിലപ്പോഴെങ്കിലും അതിന് കാരണക്കാരായിട്ടുണ്ടാകാം. അങ്ങനെ കാരണക്കാരായ വ്യക്തികളെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവരുടെ സ്വഭാവം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ നിങ്ങൾ കാണും അവനവനിൽ തന്നെ വിശ്വാസമില്ലാത്ത കൂട്ടുകാരെ, അവനവനിൽ തന്നെ വിശ്വാസമില്ലാത്ത ബന്ധുമിത്രാദികളെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആളുകൾ അവനവനിൽ തന്നെ വിശ്വാസം ഇല്ലാത്ത തരത്തിലുള്ള ആളുകളാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കുക. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ തന്നെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുകയും പോകെ പോകെ നിങ്ങൾ ഒരു വലിയ പരാജയമായി മാറുകയും ചെയ്യും. ചിന്തിക്കുക, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ഓരോ ദിവസവും എന്ത് കേൾക്കുന്നു, അല്ലെങ്കിൽ ആരുമായി സംസാരിക്കുന്നു, ആരോട് കാര്യങ്ങൾ പങ്കുവെക്കുന്നു എന്നതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്, നിങ്ങൾ എപ്പോഴും കാര്യങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ നെഗറ്റിവിറ്റി മാത്രം നൽകുന്ന ഒരു വ്യക്തിയോടാണെങ്കിൽ, ഇത്തരത്തിൽ സ്വന്തം കഴിവിനെ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയോടാണെങ്കിൽ തീർച്ചയാണ് അത് നിങ്ങളെ എവിടെയും എത്തിക്കില്ല. അത് നിങ്ങളെ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച കുട്ടി സെൽഫിന്റെ ആത്മവിശ്വാസം വഴിയിൽ എവിടെ വെച്ചാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. അതെ, നിങ്ങൾ ഇടപഴകുന്ന ആളുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്തത് വഴി നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് കരുതിയിരിക്കുക, അകലം പാലിക്കുക.